my channel. This is me Vishnu Maya and welcome to Maya Logam. So ഇന്ന് നമ്മൾ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഇറ്റ്സ് മൈ വീക്ക് ഓഫ്. അപ്പം മമ്മിയോ ഇതെടുത്ത് ലീവ് എടുത്തു. ആൻഡ് ഇന്ന് വിജയദശമിയോട് ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിൽ വരാമില്ല തന്നെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ 8 മണിയായി, 8:30 നട തുറക്കുക. 8:30 to 9:30 തോന്നുന്നു ടൈമിങ്. അപ്പോൾ അതിലുള്ള അവിടെ എത്തണം. ഇവിടെ അടുത്ത് തന്നെ, അതുകൊണ്ട് പിന്നെ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വെച്ചാൽ മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഇനി റെഡി ആവണം. എന്നിട്ട് മമ്മി ഓൾറെഡി റെഡിയായി. ഞാനാണ് എണീക്കാൻ കുറച്ച് ലേറ്റായി. ഇന്ന് ലീവായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. പക്ഷേ യെസ്, ഇനിയിപ്പോൾ എണീറ്റ് കുളിച്ചുമൊക്കെ ചെയ്ത് ഇനി നമുക്ക് റെഡിയാവാം. ഓക്കെ. എൻ്റെ മുടി എത്ര വലുതായി നോക്കൂ. ഞാൻ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി തോന്നുന്നു. സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട്, അത് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചുകൂടി ലെങ്ത്ത് വെക്കണം എന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയല്ലേ, കാണുന്നുണ്ടോ, ഇത്രയല്ലേ എത്തിയിട്ടുള്ളൂ. എനിക്ക് ഒരു ഇത്ര കോടി ലെങ്ത്ത് വെക്കണം എന്നുണ്ട്. ബട്ട് യെസ്, ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലൊക്കെ മുടി കളർ ചെയ്തു. അപ്പോൾ അതിൻ്റെ കളറാണുള്ളത്. എനിക്ക് പിന്നെ കളർ ചെയ്യണം എന്നൊരു ക്രേസ് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കളർ ചെയ്യേണ്ടതെന്നാണ്. ഞാൻ കളർ എന്ന് നിർത്തി. എനിക്ക് കളർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. മതിയായി കളർ ചെയ്തിട്ട്. ഇനിയിപ്പം മുടി അതിൻ്റെ നീളം വെപ്പിക്കാമെന്ന് വെച്ചു. ഇടയ്ക്ക് വിചാരിക്കും കട്ട് ചെയ്തിട്ട് ഇത്ര ഷോർട്ടാക്കണം, പിന്നെ വേണ്ടാന്ന് വിചാരിക്കും. കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ലെങ്ത്ത് ഞാൻ മിസ് ചെയ്യും. ഇപ്പം ഞാൻ കട്ട് ചെയ്ത ലെങ്ത്ത് ഇത് മിസ് ചെയ്യുന്നത്. ഞാൻ വേണേൽ ഫോട്ടോ വെച്ചാൽ ഞാൻ ഷോർട്ട് ഹെയറിൽ ഞാൻ ദുബായിൽ വരുന്ന സമയത്ത് 4 വർഷം മുമ്പ് ഇത്ര കട്ട് ചെയ്തിട്ട് ഇത്ര മുടി ഉണ്ടായിരുന്നു ആ ടൈം. എന്നിട്ട് അത് ഇത്ര കട്ട് ചെയ്ത് വന്നു. ബിക്കോസ് ഇവിടെ മുടി കെട്ടണമായിരുന്നു, ബണ്ണ്. ഇപ്പോഴും ബണ്ണ് കെട്ടണം. പക്ഷേങ്കിൽ ആ സമയം ബണ്ണ് കെട്ടണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് വന്നത്. അതാകുമ്പോൾ മുടി അയച്ചിട്ട് പോകാമല്ലോ, അതുകൊണ്ട്. പക്ഷേ ഇപ്പം ഞാൻ മുടി കെട്ടാറുണ്ട്. ആൻഡ് ഐ ലവ് മൈ ലോങ് ഹെയർ. അപ്പം ഇനി ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ. താങ്ക് യു ഫോർ ഹിയറിങ് മൈ ബ്ലാ 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 ബ്ലാ. കേട്ടാ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇങ്ങനെ മാച്ചിങ് ആയിട്ട് ഞാൻ ഷൂസും എൻ്റെ ബാഗും പിന്നെ എൻ്റെ വാച്ചും. കാണാമോ, എൻ്റെ പുതിയ വാച്ചാണ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. വാ. മമ്മീൻ്റെയും പുതിയ ഡ്രസ്സാണ്, എൻ്റെയും പുതിയ ഡ്രസ്സാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് അമ്പലം വരെ പോയത് വണ്ടിയിലാണ്. വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് നല്ല രസമായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നത്. അപ്പം നല്ല രസമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് ചൂട് കുറഞ്ഞതുകൊണ്ടും അധികം ഇങ്ങനെ വേർത്തൊലിക്കുന്ന പോലെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പീസ്ഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോയി. അടുത്താണ്, ബേസിക്കലി കറാമയിൽ തന്നെയാണ്. ടെമ്പിൾ ബർദുബായിലാണ്. സോ അവിടെ എത്തി. നല്ല പീസ്ഫുൾ ഒരു ദിവസമായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി തൊഴുതിറങ്ങിയപ്പോൾ ഭയങ്കര സമാധാനം തോന്നി. അത് കഴിഞ്ഞിട്ട് വിജയദശമി കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ശരണഭവനിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. മമ്മി ഡിപ്പ് ഇഡ്ഡലിയാണ് മമ്മിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എനിക്ക് വട ഇഷ്ടം. അപ്പം ഞാനൊരു മെതുവടയും പിന്നെ പൂരി ഭാജിയും വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവരുടെ ആ സ്റ്റൂ, എനിക്ക് സാധാരണ സ്റ്റൂ ഇഷ്ടമല്ല, പക്ഷേ ആ സ്റ്റൂവിന് എന്തോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വട എടുത്ത് ട്രൈ ചെയ്തു. വട നല്ലതായിരുന്നു. നല്ല ക്രിസ്പി വട. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ക്രിസ്പി വടയായിരുന്നു. വടയും സാമ്പാറും കഴിച്ചു. പിന്നെ പൂരിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാസം സാധനം വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാൻ വന്നതാ രാവിലെ. ഒന്നുമില്ല, എല്ലാം ഇത് എൻ്റെ ഫേവറേറ്റ് ആയി ഫിഷ് കോംഫർട്ട്. ഇവിടെ തന്നെ കുറേ തരം മട്ടൻ കിട്ടും. പാകിസ്ഥാനി മട്ടൻ കിട്ടും. ഇന്ത്യൻ മട്ടൻ തീർന്നു പോയോടാ. ഇല്ലെങ്കിൽ ഇവൻ മട്ടൻ കെനിയ കിട്ടും. ഇന്ത്യൻ മട്ടൻ തീർന്നു പോയേ. ദിസ് ഈസ് വൺ തിങ് ഐ ലൈക്ക് അബൌട്ട് ദുബായ്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നാട്ടിൽ കിട്ടാത്ത എന്തൊക്കെയോ ഫ്ലേവർ ഉണ്ട്. ഞാൻ നാട്ടിൽ കാണാത്തതാണോ കിട്ടാത്തതാണോ അറിയില്ല. ഗാലക്സിയുടെ കോക്കനട്ട് ഫ്ലേവർ, പിന്നെ സ്നിക്കേഴ്സിൻ്റെ വേഫർ. ഇതും എനിക്കറിയില്ല നാട്ടിൽ നിന്ന് കിട്ടുന്നതാണോ പുതിയതാണോ എന്ന്. അതന്നെ ഗാലക്സി കോക്കനട്ട്. പിന്നെ കുക്കി ക്രംബിൾ ക്രിസ്പി. പക്ഷെ ഞാൻ ഇതൊന്നും കഴിക്കില്ല. ഞാൻ കിക്കാറ്റ് ഒരാളാണ്.
ഡയറി മിൽക്കിലും കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷേ ഡയറി മിൽക്കും എൻ്റെ ഫേവറേറ്റ് അല്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് ദേ കിറ്റ്കാറ്റിലുണ്ട്. കിറ്റ്കാറ്റിൽ ദേ ഇത്ര ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ബിസ്കോഫ് ഇഷ്ടമല്ല, ലോട്ടസ് ബിസ്കോഫ് എനിക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്നറിയില്ല. എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ചങ്കി ഉണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം ചങ്കി. ഈ സാധനം ഞാൻ എടുത്താൽ കഴിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ പച്ചക്കറി എടുക്കാൻ പോവാം. പച്ചക്കറി ദിസ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. ഈ സാധനം കണ്ടോ, ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നു. ബാസ്കറ്റ് റോബിൻസിന്റെ ഡ്രിങ്ക് കിട്ടുന്നു. ദിസ് ഈസ് നൈസ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ടേസ്റ്റ്, ബട്ട് യെസ്. ഞാൻ അത്ര വലിയ ഷേക്കിന്റെ ഫാൻ അല്ല, പക്ഷേ സ്റ്റിൽ ദാറ്റ് വാസ് നൈസ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്, ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനും മമ്മിയും ഉളനീര് കുടിക്കുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു ഇളനീര്. കുടിക്കാട്ടോ. അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് ഞാൻ വീട്ടിലെത്തി. ഇപ്പം 11:15 നിങ്ങൾക്ക് ഇവിടെ മറ്റേ ഡ്രില്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ പണി നടക്കുന്നുണ്ടോ എന്ന് അപ്പുറത്തെ റൂമിൽ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, പണ്ട് ഈ നവമി വിജയദശമി എന്നൊക്കെ പറയുമ്പം ഈ 10 ദിവസം നോൺ വെജ് ഉണ്ടാവത്തില്ല വീട്ടിൽ. അപ്പം നോൺ വെജ് കഴിക്കാണ്ട് വ്രതം എടുക്കും. 10 ദിവസം വെജ് മാത്രം കഴിച്ചിട്ട് എന്നിട്ട് പൂജക്ക് ബുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ബിക്കോസ് 2 ദിവസം പഠിക്കണ്ട, ചില്ലടിക്കുക, കളിക്കുക, അനിയത്തിൻ്റെ കൂടെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ സ്കൂളും പോകണ്ടല്ലോ, ലീവാണല്ലോ എന്തായാലും. അപ്പോൾ കളിക്കുകയൊക്കെ ചെയ്യാം, TV കാണാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ബിക്കോസ് പഠിക്കാൻ പറയില്ല ആരും, പഠിക്കാൻ പറ്റൂലല്ലോ, പൂജക്ക് വെച്ചിരിക്കുമല്ലേ. എന്നിട്ട് എന്താ ആ സമയത്താണ് ബേസിക്കലി നമുക്ക് വരയ്ക്കാൻ തോന്നുക, ഇല്ലെങ്കിൽ എഴുതാൻ തോന്നുക, ഇല്ലെങ്കിൽ എന്താ ന്യൂസ് പേപ്പർ വായിക്കാൻ തോന്നുക. ഇതുവരെ കാണാത്ത ന്യൂസൊക്കെ ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് ഇരുന്ന് വായിക്കും. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ നമുക്ക് അപ്പോഴേക്കും ചെയ്യാൻ തോന്നും. ബിക്കോസ് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുക. അപ്പം അതൊക്കെ ചെയ്യാൻ തോന്നും. പിന്നെ വിജയദശമി ആകുമ്പം രാവിലെ എണീറ്റ് കുളിച്ച് കഴിഞ്ഞ് ബുക്കൊക്കെ പൂജയ്ക്ക് തിരിച്ചെടുത്ത് പൂജ വെച്ച് അതിൽ നിന്ന് പൂജ വെച്ച് അവിടെ നിന്ന് ബുക്ക് എടുത്ത് ബുക്ക് കുറച്ച് നേരം പഠിച്ച് അപ്പോഴത്തേക്കും ലഞ്ച് ടൈം ആവും. ലഞ്ചിൽ നിന്ന് എന്തെങ്കിലും നോൺ വെജ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ച് രസമാണ്. പണ്ട് സ്കൂൾ ടൈം രസമായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്ന ഉച്ചക്ക് ഗീ റൈസാന്ന് തോന്നുന്നു. ഗീ റൈസ് ഞങ്ങളിപ്പോൾ പോയപ്പോൾ മട്ടൻ വാങ്ങിയായിരുന്നു. അപ്പോൾ മട്ടനും ഗീ റൈസും ആവാനാണ് ചാൻസ്. പിന്നെ എനിക്ക് കുറച്ച് റീൽ ഷൂട്ട് ചെയ്യണം. കഴിഞ്ഞ ആഴ്ച ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, എനിക്ക് മടി പിടിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ചെയ്യാം. ബിക്കോസ് എനിവേസ് റെഡി ആയി കിടക്കുവാണല്ലോ. ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. ഫുഡൊക്കെ കഴിച്ചപ്പോൾ ലിപ്സ്റ്റിക് പോയി. ഞാൻ ഏതാ ഇട്ട്, ലോറിയലിൻ്റെ ഏതൊരു ഷെയ്ഡാണ് ഇട്ട്. പഴയത് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ്. എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്, പക്ഷെ എല്ലാം എനിക്ക് വർക്കിന് ന്യൂഡ് ഇടാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് അധികം ന്യൂഡ് ഷെയ്ഡാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂഡ് പിങ്ക്, ന്യൂഡ് ബ്രൗൺ, അങ്ങനത്തെ ഷെയ്ഡ്സാണ് ഉള്ളത്. ഞാൻ പിങ്കിന് വലിയ ഫാനല്ല, പക്ഷേ റെഡ്, ബ്രൗൺ ആ ഒരു ഷെയ്ഡാണ് എനിക്കിഷ്ടം. ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് എൻ്റെ സ്കിൻ ടോണിന് അതാ കുറച്ചുകൂടി മാച്ച് ആവുന്നതെന്നാണ് എനിക്ക് തോന്നാറ്. ബിക്കോസ് പിങ്ക് ഇടുമ്പോൾ എനിക്ക് വലിയ കോൺഫിഡൻസ് തോന്നാറില്ല. എനിക്ക് മാച്ച് ആവാത്ത പോലെ തോന്നും പിങ്ക്. അതുകൊണ്ട് ഞാൻ പിങ്ക് അങ്ങനെ ഇടാറില്ല. പക്ഷെ അധികം ഞാൻ ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ്, എനിക്ക് റെഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ റെഡ് ഇടാറുള്ളൂ. എൻ്റെ കയ്യിൽ റെഡ് അല്ലെങ്കിൽ മെറൂൺ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഷെയ്ഡ്. ഡാർക്ക് ലിപ്സ്റ്റിക്ക് തൊട്ടോടി നടന്ന ആളാണ്. ഇവിടെ എത്തിയപ്പം എനിക്ക് ഇവിടെ നിന്ന് വർക്കിന് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ന്യൂഡ് ഷെയ്ഡായി. അപ്പം പിന്നെ അതായിപ്പോൾ ഇടാറ്. അങ്ങനെ ന്യൂഡ് ഷെയ്ഡ് കുറേ ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എനിക്ക് ബുക്ക് വായിക്കാൻ തുടങ്ങണമെന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ബുക്ക് വായിച്ചാലോ എന്ന് ആലോചിക്കുക. ഞാൻ കുറച്ചായി ഇപ്പോൾ ബുക്ക് വായിച്ചിട്ട്, കുറച്ച് കാലമായി ബുക്ക് വായിച്ചിട്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ എന്തോ വായിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊലീഗ് എനിക്കൊരു ബുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്യൂസ്ഡേയ്സ് വിത്ത് മോറി എന്ന് പറഞ്ഞിട്ട്. ആ ബുക്ക് വായിച്ചായിരുന്നു. ദാറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ബുക്ക്. അപ്പോൾ അതായിരുന്നു അവസാനം വായിച്ച ബുക്ക് എന്ന്. അപ്പോൾ ഇപ്പം ഞാൻ കൊലിൻ ഹൂവറുടെ വെറിറ്റി എന്ന പ്രൊനൗൺസിയേഷൻ തോന്നുന്നു അതുണ്ട്. അപ്പോൾ ഐ വോണ്ട് ടു റീഡ് ദാറ്റ് ബുക്ക്. സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നോവലാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസും ഇറ്റ് എൻഡ്സ് വിത്ത് അസ്, ഈ രണ്ടും ഞാൻ വായിച്ചിട്ടുണ്ട് ആ റൈറ്ററുടെ. സോ എനിക്ക് ഇത് വായിക്കണം. ഇത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോണറാന്ന് തോന്നുന്നു.
ബട്ട് യെസ്, വായിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാമെന്നൊക്കെ വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ശീലിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ക്യാമറ ഓൺ ചെയ്തിട്ട് ബ്ലാ 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 അത് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ബെയറിങ് വിത്ത് മീ. അപ്പം നോക്കട്ടെ, ഞാൻ അടുത്തത് ചിലപ്പോൾ ഇന്ന് ഉച്ചക്ക് പുഡിങ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാനത് ഷോർട്ടായിട്ടിടാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാമല്ലോ. അത് ഈസി പുഡിങ് റെസിപ്പി. ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്. ഫേവറേറ്റ് ആണത്. അത് മമ്മിയുടെ സ്പെഷ്യാലിറ്റിയാണ്. മമ്മി എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം അത്. സോ യെസ്, അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും നടക്കുമ്പോൾ അതിൽ ഷോ യു ഗൈസ്. അതുവരെ തേങ്ങാച്ചോറ് വിത്ത് മട്ടൻ കറി. അതവിടെ ആ കുക്കറിലുള്ള കുക്കർ തുറക്കാൻ പറ്റുള്ളൂ, മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിഷ്ടമാണ് ഇങ്ങനെ ഈ കറിയെടുത്ത ചട്ടിയിൽ ഇങ്ങനെ കുറച്ച് ചോറിട്ടിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു അതിൽ കുറച്ച് ചോറെടുത്ത് മിക്സ് ചെയ്തിട്ട് തരുമോയെന്ന്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. റൈത്ത, പിന്നെ കല്ലമ്മക്കായ അച്ചാർ, മട്ടൻ പെപ്പർ റോസ്റ്റ്, തോന്നുന്നു, തേങ്ങാച്ചോറും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മട്ടൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവർക്ക് ആകെ ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് കറി കട്ടാക്കി തരാൻ. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് തന്നു. അതോട് കുറച്ച് എല്ലുണ്ടായിരുന്നു. സാധാരണ നമ്മൾ എല്ലില്ലാത്ത ഇതാണ് വാങ്ങാറ്. ഇതിൽ എല്ലുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് സോ യം. തേങ്ങാച്ചോറ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മമ്മി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങാച്ചോറും മട്ടനും ഭയങ്കര പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു അത്. ഇപ്പം ആലോചിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നു. ഇറ്റ് വാസ് സോ യം. സോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നൗ ഐ എം ഹാവിങ് പുഡിങ്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ട്. അത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. സോ പുഡിങ് കഴിച്ചിട്ട് വരാം ഞാൻ. ആൻഡ് ദെൻ ഐ മൈറ്റ് സ്ലീപ്പ് ഫോർ സം ടൈം. ഇന്ന് ആ ലീവല്ലേ. ഞാൻ നേരത്തെ എണീറ്റു. ഇവിടെ 2 മണിയായിട്ടുള്ളൂ. കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയുണ്ട്. അത് ചെയ്തിട്ട് ഉറങ്ങിപ്പോയിരിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഇവിടെ ചായ കുടിക്കാനാകുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും മമ്മി സാബുദാന വട ഉണ്ടാക്കി. സാബുദാന വടയും അത് കേടാ തോന്നുന്നു. അതിനെന്താ പറയാറില്ല, കേടാ തോന്നുന്നു അതിൻ്റെ കോമ്പിനേഷൻ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം ഉറങ്ങുമെന്ന് പറഞ്ഞ് നിർത്തി. കഴിഞ്ഞ വീഡിയോത്തെ പോലെ ഞാൻ മറന്നുപോയി രാത്രി ഔട്ട്ഡോർ എടുക്കാനോ വീഡിയോ എടുക്കാനോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എടുക്കാമെന്ന്. ഞാൻ ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയിൽസൊക്കെ ചെയ്തു, നെയിൽ ആർട്ടൊക്കെ ചെയ്തു. നെയിൽസ് ഞാൻ കുറേ കാലമായി ഫ്രഞ്ച് നെയിൽസ് ചെയ്തിട്ട്. ഇപ്പോൾ ഒരു 4-7 മാസം. സാധാരണ പുറത്തു പോയി ചെയ്യാറ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്കർ വെച്ച് ട്രൈ ചെയ്തതാണ്. ഇറ്റ് ലുക്സ് പ്രിറ്റി. എനിക്കിഷ്ടപ്പെട്ടു. സൈഡിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. അത് പക്ഷേ കൈ കഴുകി ഇത് പോയിക്കുള്ളൂ കയ്യിലുള്ളത്. അപ്പം ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അധികവും ഫുഡ് റിലേറ്റഡ് ആയിരിക്കും അതിലുണ്ടായിരുന്ന കണ്ടന്റ് ഫുള്ളും. Hope you guys like it. If you like it, please do like, share and comment down below. And please do subscribe to my channel as well, Maya Logam. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. Till then, bye bye.